ആകാശവാണി കവർത്തിയുടെ യുവവേദി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവവേദിയിൽ കഴിഞ്ഞ ആഴ്ച പ്രക്ഷേപണം ചെയ്ത അലിൽ ഷെയ്ഖിൻ്റെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം. ഇനിയിപ്പോൾ എനിക്ക് കവർത്തിയെക്കുറിച്ച് നമുക്ക് വ്ളോഗിലൂടെ പരിചയപ്പെടാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത്? കവർത്തി എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കവർത്തിയിലെ വ്ളോഗ് ഇൻഷാ അല്ലാ സ്റ്റാർട്ട് ചെയ്യും. നമുക്കിപ്പോൾ ജോലി തിരക്കുകളുണ്ട്, അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ടൈമിൽ തീർച്ചയായിട്ടും നമ്മൾ വ്ളോഗിൽ വരുന്നതായിരിക്കും. കവർത്തി ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇവിടെ വന്നിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കവർത്തിയല്ല കവർത്തിക്കാരെയാണ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. അതെന്തെന്ന് വെച്ചാൽ ഞാൻ കാണുന്ന കവർത്തി, ഈ പറയപ്പെടുന്ന ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനമായ കവർത്തിയിൽ ഇന്ന് കാണുന്ന തിരക്കുകളും ഇതിനെല്ലാം മുമ്പ് ഈ കവരത്തിയിലോട്ട് ഒരുപാട് ദ്വീപിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഈ നാട്ട് ഇപ്പോൾ കാണുന്ന ലോഡ്ജ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഈ നാട്ടിലോട്ട് വന്നപ്പോൾ ജെട്ടിയിൽ നിന്ന് ഇവിടുത്തെ കാരണവന്മാർ നേരെ അവരുടെ സ്വന്തം വീട് പോലെ കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ കിടത്തി, അവർ വരെ കടപ്പുറത്ത് കിടന്നിട്ട് ഇവർക്ക് വീട്ടിൽ കിടക്കാനുള്ള സൗകര്യം ചെയ്തു, ഭക്ഷണം കൊടുത്തു. ഇവിടെയുള്ള ഇന്ന് ലക്ഷദ്വീപിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരിൽ പലരും ഈ കവരത്തിയിലെ പല വീടുകളിലും താമസിച്ച് അവിടുത്തെ ഉമ്മമാരുടെ പ്രാർത്ഥനയും ആ ഉമ്മമാരുടെ ഭക്ഷണവും കഴിച്ച് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ കവരത്തി എന്ന് പറയുന്ന കവരത്തിയിലുള്ള കവരത്തിക്കാരെക്കുറിച്ച് ഇൻഷാ അല്ലാ ഞാൻ എന്തായാലും അത് കൂടുതൽ പറയുന്നില്ല, നമുക്ക് എന്തായാലും വരുന്നത് കാണാം. അപ്പോൾ അത്തരത്തിലുള്ള യഥാർത്ഥത്തിലുള്ള കവരത്തിയെക്കുറിച്ചാണ് ഞാൻ കൂടുതലില്ല, ഒരു നാടിൻ്റെ ഭംഗിയേക്കാൾ കൂടുതൽ അവിടുത്തെ മനുഷ്യന്മാരുടെ ഭംഗിയാണ് ഞാൻ കൂടുതലും നോക്കുന്നത്. അപ്പോൾ തീർച്ചയായും അത്തരം രീതിയിൽ ഇൻഷാ അല്ലാ കവരത്തിയിൽ തുടരും. നമ്മുടെ പൂർവികർ പറഞ്ഞ് ഒരുപാട് കഥകൾ കേൾക്കാറുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് റിട്ടയർഡായി പോയ പലരും നമ്മുടെ വീടുകളിലും വന്ന് ഭക്ഷണം കഴിച്ചു പോയ കഥകളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതെ. അതുപോലെ ഇപ്പോൾ നമുക്ക് കവർത്തിയും ബിത്രയും പരിചയപ്പെടുത്തി. അപ്പോൾ കടമത്ത് ദ്വീപ് സ്വദേശിയായ താങ്കളുടെ കടമത്ത് ദ്വീപിനെ കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും നാട്ടിനെക്കുറിച്ച് എന്താണ് ഞാൻ പറയേണ്ടത്. ഒരു കടമത്ത് ദ്വീപുകാരനാണ്, കടമത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്. ആ നാട്ടിൽ നിന്നാണ് ഞാൻ മുളച്ചത്. ഓക്കെ. അപ്പോൾ ഈ പറയപ്പെടുന്ന ചത്തിലാത്ത് ബിത്ര ഈ പറയപ്പെടുന്ന രീതിയിലേക്ക് ഞാൻ എത്തിപ്പെടുന്നതിന് മുമ്പ് എന്നെ, അതായത് മറ്റാരും അംഗീകരിക്കാത്ത സമയത്ത് അംഗീകരിച്ചവരാണ് എൻ്റെ നാട്ടുകാർ. ആ ഒരു അംഗീകാരമാണ് ഇന്ന് ചെറിയ ചെറിയ അംഗീകാരങ്ങൾക്കുള്ള തുടക്കം. തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ ഒരു സപ്പോർട്ട് കൂടി. അതെ, തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയിൽ ഇന്നത്തെ യുവാക്കളോട് പ്രധാനമായും പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ്? മോട്ടിവേഷൻ ഞാൻ കൂടുതലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ചില കാര്യങ്ങൾ വെച്ചാണ് പലപ്പോഴും പലരോടും സംസാരിക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് നോക്കിയിട്ട് പറയാമെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ വലിയ തുടക്കമല്ല വേണ്ടത്. അതായത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അത് വലിയൊരു രീതിയിൽ അതിൻ്റെ സെറ്റപ്പിൽ എത്തിയിട്ട് തുടങ്ങുക എന്നുള്ളൊരു കാര്യമല്ല വേണ്ടത്. ഒരു ചെറിയ തുടക്കം മാത്രം മതി. കാരണം നമുക്കുള്ള കഴിവ് വിശ്വസിച്ച് ഓരോ ദിവസവും ഒരു ചുവടെങ്കിലും മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുക. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാതെ നമ്മളിപ്പോൾ ഒരു കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ മറ്റെന്തെങ്കിലും കാര്യം ആയിക്കോട്ടെ, എന്തായാലും നമ്മളത് ചെയ്യാം, പ്ലാൻ ചെയ്യാം, അത് അതിൻ്റെ ഇന്ന രീതിയിൽ എത്തിയിട്ട് ചെയ്യാം എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നതല്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, തുടങ്ങുക, പിന്നീട് അതിൻ്റെ യഥാർത്ഥ നിലയിലേക്ക് നമ്മൾ എത്തിപ്പെടും. അതുപോലെ താങ്കളുടെ വ്ളോഗിൽ കൂടുതലും കുട്ടികളുമായിട്ട് ഒരുപാട് ബന്ധമുള്ളതായിട്ട് തോന്നുന്നു, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും കുട്ടികളുമായിട്ട് എൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് അടുപ്പം കുട്ടികളോടാണ്. കുട്ടികളോട് കാരണം എന്ന് വെച്ചാൽ ഞാൻ അവരെ ഒരിക്കലും ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല, അവരെ പഠിക്കാൻ ശ്രമിക്കുന്നു. പിന്നെ മാത്രമല്ല, കുട്ടികൾ ഏറ്റവും വലിയ കാര്യം നമ്മുടെ സ്നേഹം അവർ പെട്ടെന്ന് തിരിച്ചറിയും. അപ്പോൾ അവരെ ബഹുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ അവർ നമ്മളെ തിരിച്ച് ബഹുമാനിക്കുമെന്ന് മുമ്പെപ്പോഴും നമ്മൾ അധ്യാപകൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും എൻ്റെ ചുറ്റിലും ഇപ്പോൾ നമ്മളെ കൂടുതൽ നമുക്കറിയാം, കുട്ടികൾ നമ്മളിപ്പോൾ കുറേ കുട്ടികൾ വീഡിയോയിലൂടെയാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു കൗതുകം കുട്ടികളിലുണ്ട്. പക്ഷേ നമ്മൾക്കതല്ല, ആ കൗതുകം അത്ര കൂടുതൽ ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എവിടെ ആയിരുന്നാലും ഇപ്പോൾ ആരോട് സംസാരിക്കുന്ന സ്ഥലത്തായാലും ഒരു കുട്ടി അടുത്തുകൂടി വന്നിട്ട് അലിൽ ഷെയ്ഖ് എന്ന് പറഞ്ഞ് വിളിച്ചാലും ഞാൻ എന്ത് സംസാരമാണെങ്കിലും സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ആ കുട്ടിയോട് സംസാരിക്കും. അത് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവർക്ക് കൊടുക്കുന്ന ആ ഒരു അറ്റൻഷൻ ഉണ്ടല്ലോ, അത് അവർ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ആ കണ്ടിന്യൂ ചെയ്യുന്ന കണ്ടിട്ട് കൂടെയുള്ള കുട്ടികൾ അവരും അത് തുടരുന്നു. അങ്ങനെയാണ് ഈ ചുറ്റിലും കുട്ടികൾ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നൊരു വാല്യൂ അത് ഞാനങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. അതുപോലെ ലക്ഷദ്വീപിലെ യുവാക്കൾക്ക് കണ്ടൻറ് ക്രിയേഷൻ, ടൂറിസം, സമൂഹ സേവനം എന്നിവയിൽ എന്തെല്ലാം അവസരങ്ങൾ കാണുന്നുണ്ട്? നമ്മുടെ ലക്ഷദ്വീപിലെ യുവാക്കൾക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ, ഈ കണ്ടൻറ് ക്രിയേഷനിലൂടെ ഒരുപാട് അവസരങ്ങൾ ഞാൻ കാണുന്നുണ്ട്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നത് ഒരിക്കലും ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ ഒരു പാഷൻ തുടർന്ന് വന്നു,
അതിൽ ആൾക്കാർ സപ്പോർട്ട് കിട്ടിയപ്പോൾ വീണ്ടും അത് തുടർന്ന് ചെയ്തു പോകുന്നുണ്ട്. അതിൽ ഞാൻ കൂടുതലും ആൾക്കാർക്ക് എന്തെങ്കിലും ചരിത്രപരമായിട്ടോ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ വരുന്ന എന്തെങ്കിലും കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എൻ്റർടൈൻമെൻറ്റ് പോലെയുള്ള സന്തോഷിപ്പിക്കുക, അത്തരം കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഞാൻ നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ യുവാക്കൾക്ക് കാണുന്ന ഏറ്റവും വലിയൊരു അവസരം, ഇപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് പ്രൊമോഷൻസ് വരുന്നുണ്ട്. പല കേരളത്തിൽ നിന്നും നമ്മുടെ ദ്വീപിൽ നിന്നും ഒരുപാട് പ്രൊമോഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും പ്രൊമോഷൻസ് പൈസ വാങ്ങിച്ചിട്ട് പ്രൊമോഷൻസ് ചെയ്യുന്ന ഒരാളല്ല. അത് ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷേ ഞാൻ ഇപ്പം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ചാരിറ്റിയിലോട്ട് മാറ്റാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഒരാൾക്ക് ഒരു പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഡയറക്റ്റ് തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരുപാട് നമ്മളിവിടെ ചാരിറ്റി നടക്കുന്നുണ്ടല്ലോ, ഒരുപാട് കുട്ടികളുടെ അസുഖങ്ങൾ, അതുപോലെ മദ്രസയിലുള്ളതും വേറെ പല പല കാര്യങ്ങളും. അപ്പോൾ അതിലോട്ട് അങ്ങനെ ഒന്ന് മാറ്റണം എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ യുവാക്കളോട് പറയാനുള്ളത്, എൻ്റെ ഏജിലുള്ള ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് തുടർന്ന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രൊമോഷനൊക്കെ വരും. ഇരിക്കുന്ന സ്ഥലത്ത് 5,000, 10,000, 15,000 രൂപ കിട്ടാനുള്ള വകുപ്പ് സോഷ്യൽ മീഡിയയിലേ ഉണ്ട്, നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിക്കുക, കണ്ടിന്യൂസ് കാര്യങ്ങൾ ചെയ്യുക. ഒന്നും ഇവിടെ നിന്ന് പോകരുത്, നിങ്ങൾ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ആലോചിക്കാൻ ഒന്നും നിൽക്കേണ്ട. ആദ്യം കുറച്ച് പാളിച്ചകളൊക്കെ ഉണ്ടാവും. ഞാൻ ഇപ്പോഴും പാളിച്ചകളുണ്ട് എനിക്ക് ഒരുപാട്. ട്രൈ ചെയ്താൽ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും. എന്നിട്ട് ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തുമ്പോൾ ആൾക്കാർ നിങ്ങളെ മീറ്റ് ചെയ്ത് തുടങ്ങും. അവിടെ നിന്ന് നിങ്ങൾക്ക് അതൊരു ഏണിങ്സ് ആയിട്ട് മാറ്റാം, അല്ലേ? കാരണം എന്നെക്കൊണ്ട് പറ്റില്ല. ഞാൻ ഈ രീതിയിലോട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അങ്ങനെ പോവും. പക്ഷേ അത്തരം അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ സോഷ്യൽ മീഡിയ കൊണ്ടുണ്ട്. നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ലക്ഷദ്വീപിൻ്റെ പ്രകൃതിയും സംസ്കാരവും സംരക്ഷിക്കുന്നതിൽ സോഷ്യൽ മീഡിയ എന്ത് പങ്ക് വഹിക്കാനാകും? തീർച്ചയായിട്ടും ഒരുപാട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് ആൾക്കാർ വീഡിയോ ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. നമ്മളും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ലക്ഷദ്വീപിലത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഒരു ബീച്ചിലൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അവിടെ വളരെ ക്ലീനായിട്ടും വൃത്തിയായിട്ടുമുള്ള സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പ്ലാസ്റ്റിക് ഇടുന്നില്ല, ഇവിടെ നീറ്റാണ്, വെൽ ക്ലീനാണ് എന്നൊക്കെ പറയുമ്പോൾ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർ, കേരളത്തിൽ നിന്നും പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ അവർ വരുമ്പോൾ അവർ ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് വരുന്നവരായിരിക്കും. അപ്പോൾ അവർ വരുമ്പോൾ അത് കണ്ടിന്യൂസ് ചെയ്യും. ഇവിടെ മറ്റേ പ്ലാസ്റ്റിക് ഒന്നും ഇടാൻ പാടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ വരുന്നവർ അത് കണ്ടിട്ട് അത് ഫോളോ ചെയ്യും. അങ്ങനെ ഒരു മാറ്റം നമ്മുടെ ലക്ഷദ്വീപിൻ്റെ എന്ത് കാര്യങ്ങളും നമ്മൾ യഥാർത്ഥ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് പുറത്തുനിന്ന് വരുന്ന ഗസ്റ്റുമാർക്ക് അവർ അതുപോലെ തന്നെ ഫോളോ ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ ഇതൊന്നുമില്ല, അവർ അറിയാണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങളായി പോകും. ഇത്തരം കാര്യങ്ങളിലൂടെ ചിലത് അറിയാൻ പറ്റൂല അവർക്കും. അത് നല്ല കാര്യമാണ്. ഏതായാലും ഇന്ന് താങ്കളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? സ്വപ്നങ്ങളെന്ന് വെച്ചാൽ ഒരുപാട് ദൂരം പോകാനുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോഴും ഈ സംസാരത്തിൻ്റെ ഇതിൽ ഞാൻ ഒരിക്കലും പൂർണ്ണമായി എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല, ആയിട്ടുമില്ല. കാരണം ഇതെൻ്റെ ഒരു തുടക്കം മാത്രമാണ്. എൻ്റെ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലൊരു ആഗ്രഹമുണ്ട്. അതായത് അത് നടക്കുമോ ഇല്ല എന്നുള്ള അറിയില്ല. ഇവിടെ നമുക്ക് ഗവൺമെൻറ് സ്കൂളുകളൊക്കെ ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ നേഴ്സറി എങ്കിലും കുട്ടികൾക്കായിട്ട് അലിൽ ഷെയ്ഖ് വ്ളോഗ് എന്ന് പറയുന്ന ഇതിൽ എന്നെങ്കിലും, ഇന്നൊന്നല്ല, ഈ വർഷം അടുത്ത വർഷമൊന്നുമില്ല, 10-20 വർഷം കഴിഞ്ഞോട്ടെ, എപ്പോഴെങ്കിലും ഇൻഷാ അല്ലാഹ് മരിക്കുന്നതിന് മുമ്പ് ആയുസുണ്ടെങ്കിൽ കുട്ടികൾക്കായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, എന്തെങ്കിലും ഒരു നേഴ്സറിയോ എന്തെങ്കിലും ഒരു സംഭവം കുട്ടികൾക്കായിട്ടൊരു തുടങ്ങണം എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. വളരെ വ്യത്യസ്തമായൊരു ആശയമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ ഇതുപോലുള്ളൊരു ആശയം പങ്കുവെക്കുന്നത് കേൾക്കുന്നത്. വളരെ നല്ല കാര്യമാണ്. കാരണം സമൂഹത്തിന് ഇത്രയും ഉപകാരപ്രദമായൊരു കാര്യമാണ്. കുട്ടികൾ ഫ്രീ ആയിട്ട് പഠിക്കണം അവിടെ, അതിന് വ്യത്യസ്തമായ കാര്യങ്ങളിലൂടെ. അത് അവർ എന്താണ് അവരുടെ കയ്യിലുള്ള സ്കില്ല്, ആ സ്കില്ല് മാത്രം പഠിപ്പിക്കുന്ന ഒരു ഏരിയ അവർക്ക് കൊടുക്കണം. അവർ സ്കൂളുകൾ പഠിച്ചോട്ടെ, അത് കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമിൽ നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വരിക. ഇങ്ങനെ ഒരു സ്വപ്നങ്ങൾ ഞാൻ ഇങ്ങനെ എപ്പോഴും കാണും, ഇങ്ങനെ ഇമാജിൻ ഉണ്ട് എൻ്റെ മനസ്സിൽ. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം സാധ്യമാകാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അത് നടക്കും. നമ്മുടെ സ്വപ്നങ്ങൾ നമ്മളെ എത്തിച്ചേരും എന്നുള്ളതാണ് പറയുന്നത്. അതെ. അതുപോലെ നമ്മുടെ ശ്രോതാക്കൾക്ക്, പ്രത്യേകിച്ച് കവരത്തി, ബിത്ര, അതുപോലെ ലക്ഷദ്വീപിലെ മൊത്തം ശ്രോതാക്കൾക്ക് നൽകാനുള്ളൊരു സന്ദേശം എന്താണ്? മൊത്തം എല്ലാവർക്കും നൽകാനുള്ള സന്ദേശം എന്ന് വെച്ചാൽ അത്ര വലിയൊരു സന്ദേശം നൽകാനുള്ള അത്രയും ഞാൻ വളർന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിലും മൊത്തം എല്ലാവർക്കും അല്ല, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന പാരൻസ് ഉണ്ടാവുമല്ലോ, അവരോട് ഞാൻ സംസാരിക്കാം. എന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളാണ് ആദ്യത്തെ അധ്യാപകർ, കുട്ടികളുടെ ആദ്യത്തെ അധ്യാപകർ പ്രിയപ്പെട്ട രക്ഷിതാക്കളാണ്. അപ്പോൾ അവരുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയോ. കാരണം എല്ലാവരും ഡോക്ടറായാലും എല്ലാവരും എൻജിനീയർമാരായാലും അങ്ങനെയല്ല. അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരാക്കി മാറ്റൂ. അതിന് നിങ്ങൾ അവരുടെ സ്വപ്നം, അവരുടെ താല്പര്യം തിരിച്ചറിഞ്ഞുകൊണ്ട്
ഇന്ന് മുതൽ അവർ സപ്പോർട്ട് ചെയ്ത് തുടങ്ങും. കാരണം നാളെ ഈ നാടിൻ്റെ അഭിമാനമാണ് അവർക്കിഷ്ടപ്പെട്ട കാര്യങ്ങളിലാണ്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ ചില കാര്യങ്ങൾ പറയും. ചിലപ്പോൾ അത് എങ്ങനെയാണ് ആൾക്കാർ ഏത് ആംഗിൾ കൂടി കാണുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനൊരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്. എൻ്റെ ജോലി ഞാൻ ആത്മാർത്ഥമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോബാണ്. ആൾക്കാരെ റെസ്ക്യൂ ചെയ്യുക, സേവിക്കുക, വി സർവ് ടു സേവ്. അത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അതിൽ നിന്നുകൊണ്ട് എൻ്റെ പ്രൊഫഷണലി ഞാൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ സമയങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനൊരു കാര്യത്തിൽ വന്ന് ഇവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇത് എനിക്കിങ്ങനെ ഒരു കഴിവും കൂടി ഉണ്ട് എന്നുള്ളൊരു കാര്യം എൻ്റെ പാരൻസും എൻ്റെ കൂടെ അടുത്തുനിന്ന സുഹൃത്തുക്കളും എൻ്റെ അധ്യാപകരും പലരും കണ്ടതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന എൻ്റെ ശബ്ദങ്ങൾ ഇത്ര ആൾക്കാർ കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ രക്ഷിതാക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികളെ ആ ഒരു രീതിയിലേക്ക് തീർച്ചയായിട്ടും ശ്രദ്ധ കൊടുക്കുക. കാരണം അത് തുടക്കത്തിൽ ചെയ്താൽ വളരെ മികവോടെ നല്ല സ്ഥലങ്ങളിലേക്ക് എത്താൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ എനിക്കിങ്ങനെ ഒരു സംഭവത്തിലേക്ക് എനിക്കിങ്ങനെ ഒരു സംതിങ് സ്കില്ലുണ്ടെന്ന് അറിയുന്നത് 24-25 വയസ്സിന് ശേഷമാണ്. അതുവരെ നമ്മൾ ഇപ്പം ഞാൻ സംസാരിക്കുന്ന ഈ ഒരു സംഭവത്തിലേക്ക് പോലും ഞാൻ എത്തില്ലായിരുന്നു. അതിനുശേഷമാണ് അറിഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളെ ആ തുടക്കത്തിൽ തന്നെ അറിയാൻ ശ്രമിക്കുക. അതിലൂടെ അവരും നാടിൻ്റെ അഭിമാനങ്ങളൊക്കെ ആയി മാറട്ടെ. അതോടൊപ്പം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും എനിക്കും ഉണ്ടാവണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാനൊരു കൗൺസിലിംഗ് കേരള സ്പീച്ച് ഫൗണ്ടേഷനിൽ സൈക്കോളജി കൗൺസിലിംഗ് പഠിച്ചതാണ്. അപ്പോൾ അത് അറിയുന്ന കുറച്ച് ആൾക്കാർ അവരുടെ കാര്യങ്ങളായിട്ട് വരും. അപ്പോൾ അതൊക്കെ അങ്ങനെ കുറച്ച് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം പറഞ്ഞു. അല്ല ഞാൻ ഒരിക്കലും ഒരു വലിയ സ്ഥലത്ത് എത്തിയിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലും എൻ്റെ മനസ്സിലൊന്നും പോലും ഇല്ല കേട്ടോ. അങ്ങനത്തെ ഒരു ചിന്ത പോലും ഇല്ല. അല്ലാതെ അതെന്നാണോ എൻ്റെ മനസ്സിൽ വരുന്നത് അന്നോടുകൂടി അലിൽ ഷെയ്ഖ് എന്ന് പറഞ്ഞ ആ ഒരു നിങ്ങൾ ഈ പറയുന്ന കാര്യമില്ല, അതന്നോട് തീർന്നെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെയൊന്നും എൻ്റെ മനസ്സിലില്ല. പക്ഷെ ഞാൻ ആ ഒരു അനുഭവത്തിൽ വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെയും ഒരു അനിയനായിട്ട് കണ്ടാൽ മതി. തീർച്ചയായിട്ടും ഇതൊരു നമ്മുടെ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും നിങ്ങളുടെ ഈ വാക്കുകളൊരു മോട്ടിവേഷനാണ്. തീർച്ചയായിട്ടും ഇത് വളരെ ഒരു ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുപോലെ അലിൽ ഷെയ്ഖ് ഒരു വ്ളോഗറും മോട്ടിവേഷൻ സ്പീക്കറും മാത്രമല്ല ഒരു ഗായകനും കൂടിയാണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതെങ്ങനെയാണ് ഈ പാട്ടിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ്? പാട്ടെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നോർമലി എല്ലാവരും ഇങ്ങനെ പാടുന്ന പോലെ പാടും. പക്ഷെ ഞാൻ കൂടുതലും ഈ ഡോലിപ്പാട്ട് പോലുള്ള സംഗതികൾക്കാണ് കൂടുതൽ ഇഷ്ടം. വലിയ പാട്ടുകാരനൊന്നുമില്ല, എങ്കിലും 1-2 പാട്ടുകൾ ഇങ്ങനെ സ്റ്റുഡിയോയിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ പാടി നടക്കും. പാട്ടുകാരനായിട്ട് തന്നെ ഞാൻ തുടർന്ന് പോയിട്ടില്ല. നാടൻ പാട്ടുകളൊക്കെ പാടാറുണ്ട്. നാടൻ പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. അത്തരം കാര്യങ്ങൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിയാലോ? തീർച്ചയായിട്ടും. മദീന മദേ മദിനോരേ മദി തങ്കളിന് ബിറൗല കണ്ട് ദുവാ തേടാനേഗ്. മദീന മദേ മദിനോരേ മദി തങ്കളിന് ബിറൗല കണ്ട് ദുവാ തേടാനേഗ്. മദിനം പിറந்தே ത്വഹ റൗലയെ കാൺമാനായോവർക്കുള്ളേയും താണവരെല്ലാം ആയോവർ ഹജ്ജുൽ അക്ബർ നാളിൽ അണഞ്ഞ് കൂടും. ആയോവർ ഹജ്ജുൽ അക്ബർ നാളിൽ അണഞ്ഞ് കൂടും. മദീന മദേ മദിനോരേ മദി തങ്കളിന് ബിറൗല കണ്ട് ദുവാ തേടാനേഗ്. പാവിയാം ഞങ്ങളെയും ഇരുലോകം കാത്ത് രക്ഷ. പാവിയാം ഞങ്ങളെയും ഇരുലോകം കാത്ത് രക്ഷ. മാതാപിതാവ് പലതോർക്കും കൊടുക്ക് രക്ഷ. മാതാപിതാവ് പലതോർക്കും കൊടുക്ക് രക്ഷ. മദീന മദേ മദിനോരേ മദി തങ്കളിന് ബിറൗല കണ്ട് ദുവാ തേടാനേഗ്. വളരെ മനോഹരമായിരുന്നു, കേട്ടിരിക്കാൻ ഒരു സുഖമുണ്ട്. അതുപോലെ നാടൻ പാട്ടുകൾ പാടാറുണ്ടോ? നാടൻ പാട്ടുകൾ നമുക്കിങ്ങനെ കേട്ടറിവുള്ള കുറച്ച് പാട്ടുകളൊക്കെ ഇടയ്ക്കൊക്കെ ഒരു പാട്ട് കൂടി പാടിയാലോ? തീർച്ചയായിട്ടും. നമ്മുടെ നാട്ടിലെത്തി തന്നെ ഏറ്റവും മികച്ച ഒരു ആൽബമാണ് ബഹറിനാഥം. അതിൽ നമ്മുടെ കരിങ്കിൽ തന്നെയൊക്കെ എഴുതിയ അടിപൊളിയായിട്ട് പാട്ടുണ്ട്. എൻ്റെ 2 പാടാം. ഭരിഷം പോയി മതി മതി ബിരിശഞ്ഞാറടിപൊളി മൂസേ ബൽപ്പം പൂവാ നീമ്പാല.
മൂസേ ബാല ചെഞ്ചിരേ നഗരേ കോളല്ല, മൂസേ ബാല ചെഞ്ചിരേ നഗരേ കോളല്ല, ഫുള്ളിച്ചമ്മം ആയി വെള്ളൽ ഫുള്ളിച്ചം ഷാമീനക്കടി ജോറല്ല, കൊടും പരിശം പോയി. അതായത് നമ്മൾ കടലൊക്കെ പോകുമ്പോൾ മീൻ പിടിക്കാനൊക്കെ പോകുമ്പോൾ ഞാൻ എപ്പോഴും പാടുന്നൊരു സാധനമാണത്. കടിച്ചാൽ കിണ്ടൽ അല്ലെങ്കിൽ തെണ്ടൽ നീറോ മാറിപ്പോയാലേ ലാഭം. ആ സാധനം അതെ, കടിച്ചാൽ കിണ്ടെങ്കിൽ അല്ലെങ്കിൽ തെണ്ടൽ. അതുപോലെ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ എന്ന നിലക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എത്രമാത്രം സപ്പോർട്ട് കിട്ടിയതിന്? ഞാനൊരു ഫോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. പല സാറന്മാരും നമ്മുടെ ഇത്തരം കാര്യങ്ങൾക്ക് ഓക്കെ അടിപൊളിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് എടുത്തു പറയേണ്ട ഒരു സാറാണ് നമ്മുടെ ഇവിടെ ഹെഡ് ക്വാർട്ടറിലിരിക്കുന്ന സബ് ഓഫീസർ റൈഫ് സാർ. അപ്പോൾ സാറിനെ സംബന്ധിച്ച് സാറ് ഇവിടുത്തെ ഹെഡ് ക്വാർട്ടർ എസ് ഒ ആണ്. എന്നിട്ട് സാറിൻ്റെ ഇത്തരം പരിപാടികളൊക്കെ കാണുമ്പോൾ പേഴ്സണലി എനിക്ക് പലപ്പോഴും മെസ്സേജ് അയക്കും, പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയും. അത്തരം അവസരങ്ങളൊന്നും മിസ് ചെയ്യരുത്, നീ അത് ചെയ്യണം. നിന്നെക്കൊണ്ട് ഇപ്പം ഞാൻ വിത്രലി സ്കൂൾ പഠിപ്പിച്ചു 2 മാസം അവിടെ. എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു അവസരമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ സാറിനോട് വിളിച്ച് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഡ്യൂട്ടി അല്ലാത്ത ടൈമിലാണ് കുട്ടികളുമായിട്ട് പോകുന്നത്. അപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് നമ്മളതായിട്ട് മാത്രം വെക്കാതെ മറ്റുള്ളവർക്കും അത് പകർന്നു നൽകുക. അപ്പോൾ അത് വലിയൊരു വാക്കാണ് ഞാൻ കണ്ടത്. സാറിൻ്റെ ഒരുപാട് സപ്പോർട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ പലപ്പോഴും ഈ ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പ് കുട്ടികൾക്കായിട്ടൊക്കെ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. കവറത്തിലും ചെയ്ത് അവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ ആ വാക്കിൽ നിന്നാണ് ഞാനത് ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള സാറന്മാർ ഓഫീസിലുണ്ട്. അതുപോലെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരുപാട് ഓഫീസർമാരുണ്ട്. SAമാരായിട്ടും CAമാരായിട്ടും ഉള്ളവർ നമ്മുടെ പേഴ്സണലി ഇതാകും. പിന്നെ അപ്പോൾ നമ്മുടെ സ്റ്റേഷൻ ഓഫീസ് ഫംഗ്ഷൻ വരുമ്പോൾ അവിടുത്തെ ഫംഗ്ഷൻ മാക്സിമം എത്ര കളറാക്കാൻ പറ്റും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ പോലീസ് റൈസിംഗ് ഡേ പ്രോഗ്രാമൊക്കെ നടന്നപ്പോൾ നമ്മളെ അക്ബർ സാർ എന്നെ കവറത്തിലോട്ടും അന്തരത്തിലോട്ടും ഒക്കെ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ കൊണ്ടുവന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് സാറന്മാരുണ്ട്. അതുപോലെ നമ്മുടെ ബെന്നി സാറ്, ഇവരെടുത്ത് പറയാം, നമ്മുടെ കല്ലാ സാറ്, ഷൗക്ക് സാറ്, അങ്ങനെ ഒരുപാട്, അജ്മൽ സാറ്, സാറന്മാർ, എല്ലാ സാറന്മാരും ഞാൻ പറഞ്ഞില്ലേ, ഇതുവരെ എനിക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എൻ്റെ ഒരു ഓഫീസർ ഞാൻ ചെയ്യുന്നൊരു പ്രവൃത്തിയിൽ എന്ന് നെഗറ്റീവ് അടിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതെനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം നമ്മളെ വളരാൻ വേണ്ടി സഹായിക്കും. അത് തീർച്ചയായിട്ടും. ഇപ്പോൾ അവസാനമായിട്ട് നമ്മുടെ ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്? അവസാനമായിട്ട് നമ്മുടെ ശ്രോതാക്കളോട് പറയാൻ എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ഇതൊക്കെ എനിക്ക് എൻ്റെ ചുറ്റിലും നിന്ന ആൾക്കാർ തന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാനുള്ള ഈ സീറ്റ് വരെ എത്തിയത്. അപ്പോൾ അത്തരം രീതിയിലേക്ക് നമ്മുടെ ചുറ്റിലുമുള്ളവർ, ഞാനടക്കമുള്ള നമ്മളെല്ലാവരും നമ്മുടെ ചുറ്റിലുമുള്ള ഓരോ ആൾക്കാരുടെ കഴിവുകൾ അനുസരിച്ചുകൊണ്ട് നമ്മളവരെ സപ്പോർട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവരുടെ കഴിവുകൾ വളരും. അവർ ഈ പറയപ്പെടുന്ന ഓരോ മേഖലകളിലും അവരും എത്തിച്ചേരും. അതിന് സാധ്യമാക്കുന്ന ഒരാളാവാൻ ഞാനും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നമ്മളെല്ലാവരും ശ്രമിക്കുക എന്നുള്ള ഒറ്റ കാര്യം ഞാനെപ്പോഴും പറയുന്നുണ്ട്. കാരണം നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരാൾക്കൊരു കഴിവുണ്ടെങ്കിൽ അയാൾ തളർത്താതെ, തെറ്റുകൾ പറ്റാം, ആ തെറ്റുകളൊക്കെ തിരുത്തി അയാൾ മുന്നോട്ട് കൊണ്ടുപോയി അയാളെ നാളെ നാടിൻ്റെ അഭിമാനമാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കാൻ തയ്യാറാക്കുക. നമ്മുടെ മനസ്സിലൊരിക്കലും ഒരു അഹങ്കാരമോ ഒരു അസൂയോ ഒന്നും വെക്കാൻ പാടില്ല. ഞാനത് പലതും മാറിയിട്ടുണ്ട് കേട്ടോ എൻ്റെ മനസ്സിൽ. ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പറയുന്നത് ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഉള്ള വ്യക്തിയായിരുന്നു ഞാൻ. ഇതൊക്കെ ചിന്തകളൊക്കെ മാറിപ്പോയത് ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്കാണ്. കാരണം എൻ്റെ മനസ്സിലും ചിലപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരാളുടെ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന മനുഷ്യനായിരുന്നു. പക്ഷേ ഇതൊക്കെ 3 വർഷത്തിലാണ് ഞാൻ മാറിപ്പോയത്. അതങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴും മനസ്സിൽ ചിലപ്പോഴൊക്കെ നമ്മൾ വരില്ല, മനുഷ്യന്മാരല്ലേ. പക്ഷേ അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചുറ്റിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെന്ന് കണ്ടാൽ അയാളെ പ്രോത്സാഹിപ്പിക്കുക, അയാൾക്ക് അതിനുള്ള അവസരങ്ങൾ കൊടുക്കുക, അവസരങ്ങളിൽ അയാളെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കുക. നമ്മളെല്ലാവരും ശ്രമിക്കാൻ തയ്യാറാകുക. അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ സ്വന്തം നാടിനെ ആദ്യം സ്നേഹിക്കൂ എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ തന്നെ നാടിനെക്കുറിച്ച് പഠിക്കൂ. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യം, നമ്മുടെ നാടിനെ സ്നേഹിക്കുക മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ കഥ നമ്മൾ തന്നെ പറയണം. അതിനുവേണ്ടി ശ്രമിക്കണം. കാരണം നമ്മൾ പറയുന്നത്ര ആധികാരികതയിൽ മറ്റൊരാൾക്ക് പറയാൻ പറ്റില്ല. പുറത്തുനിന്ന് വന്ന ആരെന്തൊക്കെ ചരിത്രം പറഞ്ഞ് പഠിച്ചാലും അത് പൂർണ്ണമാകില്ല. അതുകൊണ്ട് നമ്മളിൽ നിന്ന് കഥ പറയുന്ന ഒരാളാവും. അതാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ള കാര്യം. അപ്പോൾ അവസാനമായി എനിക്ക് പറയാനുള്ളത്, ബിത്ര എനിക്ക് സ്നേഹം നൽകി, കവരത്തി എനിക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട്
ഞാൻ എന്തായാലും വ്ളോഗിലായാലും എല്ലായിടത്തും നമ്മുടെ നാടിൻ്റെ സ്നേഹവും സംസ്കാരവും പങ്കുവെച്ചുകൊണ്ടിരിക്കും. അതിനുവേണ്ടി തുടർന്ന് ആയുസുണ്ടെങ്കിലും മുന്നോട്ട് പോകാനാണ് തീരുമാനം. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥലത്തെ സ്നേഹിക്കാൻ അവിടെ ജനിക്കണമെന്നില്ല, അവിടെയുള്ള മനുഷ്യരുടെ സ്നേഹം മാത്രം മതി. ഇത്ര എനിക്കതാണ് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ഇനി ആ സ്നേഹത്തിൻ്റെ കഥ കവരത്തിലൂടെയും ലക്ഷദ്വീപിലുടനീളവും ലോകത്തോട് പറയാനാണ് എൻ്റെ യാത്ര. ഓക്കെ, വളരെ നന്ദി. ഇന്ന് യുവവേദിയിൽ നമ്മളോടൊപ്പം പങ്കെടുത്തത് ലക്ഷദ്വീപ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും വ്ളോഗറും മോട്ടിവേഷൻ സ്പീക്കറുമായ അലിയുൽ ഷെയ്ഖ് എന്ന നാമത്തിൽ അറിയപ്പെടുന്ന അലിയുൽ അക്ബർ. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് നസീബുദ്ദീൻ ബണ്ടംപള്ളി.